Hi friends, welcome to my college programs. So, we will communication. Next, we will talk barriers and guidelines for effective communication. Communication is communication barriers. Barriers means tadasangal. And the discuss here. 10 barriers. Okay. 10 barriers. Physical, psychological, physiological, linguistic, perceptual, cultural, organizational, gender, emotional, mechanical. അങ്ങനെ പറഞ്ഞ ഒരു 10ഓളം ബാരിയേഴ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഫിസിക്കൽ ബാരിയർ. ഫിസിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം നമ്മൾ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്താണ് സറൗണ്ടിങ്സ് അല്ലേ ചുറ്റുപാടുകളിലുള്ള നമ്മളിപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പം ഇപ്പം ഒരു റോഡിലൊക്കെ ആണെന്ന് കരുതുക. അപ്പം എന്തായിരിക്കും സറൗണ്ടിങ്സിൻ്റെ ബാരിയർ, അതായത് വണ്ടിയുടെ ബഹളം അല്ലാത്തത് അങ്ങനെയുള്ള ഭയങ്കര എൻവയോൺമെൻറ്റിൽ നിന്ന് വരുന്ന നോയ്സൻസൊക്കെ കാരണം നമ്മളെ കമ്മ്യൂണിക്കേഷൻ എന്താകും അവിടെ തടസ്സപ്പെടാം അല്ലേ. ഇനിയിപ്പോൾ ടെലിഫോൺ കോൺവെർസേഷൻ ആണെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂസ് അല്ലെങ്കിൽ അതല്ലാതെ പുറത്തുനിന്നുള്ള എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ കാരണം നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ്റെ ഫ്ലോ അവിടെ നഷ്ടപ്പെടാം. അപ്പം അങ്ങനെ വരുന്ന ബാരിയർ ആണെന്ന് പറയുന്നത് ഫിസിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാൽ. There are a lot of external factors that becomes obstacles to communication. അല്ല എന്തൊക്കെ കുറേ എന്താ പറയുക എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട് ഫിസിക്കൽ ബാരിയറിൽ വരുമ്പോൾ എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഡിഫക്റ്റീവ് ഇക്വിപ്മെൻറ്റ്, നോയ്സ്, അതായത് ദ യൂസ് ഓഫ് ഡിഫക്റ്റീവ് ഇക്വിപ്മെൻറ്റ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജ് ക്യാൻ ലീഡ് ടു ഡിസ്ട്രപ്ഷൻസ് അല്ലേ. നല്ല ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഇക്വിപ്മെൻ്റ് അല്ലാത്ത രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിവൈസസ് ഒക്കെ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഉണ്ടാകുന്നു. സെക്കൻഡ് വൺ എന്താണ്? ദ പ്രസൻസ് ഓഫ് നോയ്സ് ക്യാൻ ഓൾസോ ഇൻ്റർഫേസ് അല്ലേ. നോയ്സസ് എന്തെങ്കിലും പുറമേ നിന്നുള്ള ശബ്ദങ്ങളോ അത് കാരണങ്ങൾ കാരണം നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യാം? ബ്രേക്ക് ആവാം. മൂന്നാമത്തത് വെൻ കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് അക്രോസ് ക്ലോസ് ഡോർസ് ആൻഡ് റൂംസ് അല്ലേ. നമുക്ക് ഒരു അടഞ്ഞ റൂമിലിരുന്ന് സംസാരിക്കുമ്പോൾ അപ്പം മൊബൈലിലൊക്കെ ആണെങ്കിൽ നമ്മൾ എക്കോ അടിക്കുന്ന കേൾക്കാറില്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യും? അതൊരു കമ്മ്യൂണിക്കേഷനൊരു ബാധിക്കുന്നത്. അപ്പം അത് കുറച്ച് ബാരിയേഴ്സ് എന്തൊക്കെയാണ് ഫിസിക്കൽ ബാരിയേഴ്സ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ക്ലോസ് ഡോർ കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് ഡിസ്റ്റൻസ് അല്ലേ. ഇപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ഇൻ്റർനാഷണൽ കോൾ വിളിക്കുന്ന സമയത്ത് എപ്പോഴും അത് ക്ലാരിറ്റിയിൽ നമുക്ക് പോസിബിൾ ആവണം എന്നില്ല. അപ്പം ഈ ഡിസ്റ്റൻസ് എന്താവാം? ഒരു ഫിസിക്കൽ ബാരിയറിന് മാറ്റർ ആവുന്ന കാര്യമാണ്. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? ഫിസിയോളജിക്കൽ ബാരിയർ. ഫിസിയോളജിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് റെഫേഴ്സ് ടു ബയോളജിക്കൽ കണ്ടീഷൻസ് ലൈക്ക് affect communication. It can be barrier to effective communication as it poses difficulty in composition as well as effective. അതായത് ബയോളജിക്കൽ കണ്ടീഷൻസ്, ഫിസിയോളജിക്കൽ ബാരിയർ ആണ് ബയോളജിക്കൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് അല്ലേ. അത് വേണമെങ്കിൽ എടുക്കാം. അതായത് ഇപ്പോൾ നമ്മൾക്ക് കാലാവസ്ഥ, ഇപ്പോൾ നന്നായിട്ടൊരു മഴ ഇടി വെട്ടി നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരാളോടൊപ്പം നമുക്ക് ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പോസിബിൾ ആയിരിക്കും അല്ലേ. കുറേ ബാരിയർ ആയിരിക്കും. അവിടെ റേഞ്ച് ഇഷ്യൂ വരും, പവർ ഇഷ്യൂ വരും, അല്ലെ ക്ലാരിറ്റി അല്ലേ. അപ്പം അങ്ങനെയുള്ളതൊരു ബയോളജിക്കൽ സെൻസിൽ നോക്കുമ്പോഴുള്ള ഫിസിയോളജിക്കൽ സെൻസിൽ നോക്കുമ്പോഴുള്ള ബാരിയേഴ്സ്. അപ്പം എൻവയോൺമെൻറ്റ് ബാരിയേഴ്സ് ക്ലൈമറ്റ്സ്, അതേപോലെ തന്നെ എന്താണ് റേഞ്ച് ഇഷ്യൂസ്, ടവർ ഇഷ്യൂസ്, അങ്ങനെയൊക്കെ വരുന്നതൊക്കെയാണ് എന്ത് പറയുന്നത്? ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. തേർഡ് വൺ എന്താണ്? സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ദോസ് ഇന്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ ഇൻ്റർഫേസ് ദ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓഫ് മെൻ്റൽസ് അല്ലേ. ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കണ്ടീഷൻസ്, അതായത് മെൻ്റൽ ഇഷ്യൂസ് അല്ല, മെൻ്റൽ കണ്ടീഷൻസ്. അതായത് ചില സമയത്ത് നമുക്ക് എപ്പോഴും ഒരാൾ പ്ലസൻ്റ് ആയിരിക്കണം എന്നില്ല. അപ്പം അയാളുടെ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ മെൻ്റൽ ഇമോഷൻസ് അല്ലെങ്കിൽ അയാളുടെ ഇമോഷൻസ് അനുസരിച്ച് നമുക്ക് കമ്മ്യൂണിക്കേഷൻ അല്ലേ. ചിലപ്പോൾ നമ്മളൊരു ഗുഡ് ന്യൂസ് കേൾക്കാം അല്ലേ, അതിന് നമ്മളൊരാളോട് നല്ലൊരു കാര്യം പറയാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നോക്കാം, നമ്മളിപ്പോൾ ഇന്ന് ആളോട് വിളിച്ചപ്പോൾ സംസാരിക്കട്ടെ എന്ന് വെച്ച് വിളിക്കുന്നു. ചിലപ്പോൾ അപ്പുറത്തുള്ള ആൾ ചിലപ്പോൾ അതിന് ഓക്കെ ആയിരിക്കില്ല അല്ലേ. ചിലപ്പോൾ അയാളുടെ ഒരു സറൗണ്ടിങ്സിൻ്റെ പ്രശ്നം, അയാളുടെ ഇമോഷൻസ് ഒക്കെ വേറെ ആയിരിക്കും. അപ്പോൾ അത് കേൾക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവിടെ എന്താവും? ആ കമ്മ്യൂണിക്കേഷൻ എന്താവും? ബ്രേക്ക് ആയി പോകും അല്ലേ. അപ്പോൾ അതെന്താണ്? അതൊരു ഫിസിയോളജിക്കൽ ബാരിയർ ആണ്. പിന്നെ എന്താണ് അതിൽ വരുന്നതാണ് ഒരു പ്രെജുഡിസ് എഗെയിൻസ്റ്റ് ദ പേഴ്സൺ ഓർ മെസ്സേ, ഒരു മുൻവിധിയോടുകൂടി നമ്മൾ ഒരാളെ കേൾക്കുമ്പോൾ അതൊരു സൈക്കോളജിക്കൽ ബാരിയറാന്ന് പറയാം. എന്താണ്
ഒരാൾ ഇപ്പം നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വരുമ്പോൾ നമ്മൾ അയാളെ മുൻവിധിയോടുകൂടി കാണും. ചിലരെ നമ്മൾ ഡ്രസ് അപ്പിയറൻസ് കണ്ടിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യാന്ന് പറയില്ലേ, അപ്പം നമ്മൾ അയാൾ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് മുൻവിധിയോട് കൂടി കാണുന്ന സമയത്ത് അത് കമ്മ്യൂണിക്കേഷൻ എന്തൊരു തടസ്സമാണ്. നമുക്ക് പിന്നെ അയാൾ എന്ത് സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു ജഡ്ജ്മെൻറ്റിലായിരിക്കും അയാളെ കേട്ടുകൊണ്ടിരിക്കാം. അതേപോലെ ലാക്ക് ഓഫ് ട്രസ്റ്റ് ഇൻ ദ പേഴ്സൺ ഓർ മെസ്സേജ് അല്ലേ, ആ വ്യക്തിയോടുള്ളൊരു വിശ്വാസക്കുറവും ഹോണസ്റ്റി നഷ്ടപ്പെടുന്നതൊക്കെ ബാരിയറായി സൈക്കോളജിക്കൽ ബാരിയറാണ്. ലാക്ക് ഓഫ് അറ്റൻഷൻ കുറവുള്ളത്, അതേപോലെ പുവർ റിറ്റൻഷൻ കപ്പാസിറ്റി അല്ലേ, അതൊക്കെ എന്താണ് ഒരു സൈക്കോളജിക്കൽ ബാരിയറിൽ വരുന്നതാണ്. നാലാമത്തെ ബാരിയർ എന്താണ്, ലിംഗ്വിസ്റ്റിക് ബാരിയർ എന്ന് പറയുന്നത്. ലിംഗ്വിസ്റ്റിക് ബാരിയർ എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു ദ ഒബ്സ്റ്റക്കിൾസ് ടു കമ്മ്യൂണിക്കേഷൻ ദാറ്റ് അക്കോഴ്സ് ഫ്രം ദ ഡിഫക്റ്റീവ് യൂസേജ് ഓഫ് ലാംഗ്വേജ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾ ഫോർ കമ്മ്യൂണിക്കേഷൻ. ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള തടസ്സങ്ങൾ. അതായത് ചില ആളുകൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അയാൾ ഉപയോഗിക്കുന്ന ഭാഷ, ചിലർ ഭയങ്കര മോശമായിട്ട് വൾഗറായിട്ടൊക്കെ ഇപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ആ ഭാഷയിൽ നമുക്ക് അയാളുടെ വ്യക്തിത്വം മനസ്സിലാവും. പിന്നെ ആ സംസാരം മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. അവിടെ എന്ത് ചെയ്യും, ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ വരുന്നു. അത് എന്തിൻ്റെ മുകളിലാണ് വരുന്നത്, അയാൾ ഭാഷയുടെ അല്ലെ ലിംഗ്വിസ്റ്റിക് ലാംഗ്വേജ്, അയാൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൻ്റെ പേരിലായിരിക്കും അത് അങ്ങനെ ഒരു തടസ്സം ഉണ്ടാവുന്നത്. അപ്പോൾ അതെന്താണ്, അതൊരു ലിംഗ്വിസ്റ്റിക് ബാരിയറാണ്. പുവർ ക്വാളിറ്റി ഓഫ് മെസ്സേജ്, ലാക്ക് ഓഫ് ക്ലാരിറ്റി അതിൽ വരുന്നതാണ്. അതേപോലെ വൊക്കാബുലറി ഡിഫറൻസസ്, ചിലത് ചിലപ്പം നമ്മൾ ഇവിടെ പറയുന്ന സ്ലാങ് ആയിരിക്കില്ല വേറൊരു ഡിസ്ട്രിക്റ്റിൽ സംസാരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു വൊക്കാബുലറിയിൽ വരുന്ന ഡിഫറൻസസ് ഇതൊക്കെ ഇതിൽ വരും, ലിംഗ്വിസ്റ്റിക് ബാരിയറിൽ ഉൾക്കൊള്ളുന്നതാണ്. നെക്സ്റ്റ് വൺ എന്താണ്, പെർസെപ്ച്വൽ ബാരിയർ. പെർസെപ്ച്വൽ ബാരിയർ എന്ന് പറഞ്ഞാൽ അറൈസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആസ് എ റിസൾട്ട് ഓഫ് ഡിഫറെൻറ്റ് പെർസെപ്ഷൻസ് ഓഫ് ദ സെൻറ്റർ അല്ലേ, അതിൻ്റെ പേര് തന്നെ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം. സെൻറ്ററും റിസീവറും, നമ്മൾ ചിലപ്പോൾ അയക്കുന്ന മെസ്സേജ് റിസീവർ നമ്മൾ ഉദ്ദേശിച്ച അതേ പെർസ്പെക്റ്റീവിലായിരിക്കില്ല അത് ആ മെസ്സേജിനെ റിസീവ് ചെയ്യുന്ന രീതി ഉണ്ടാവുക. അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഉറപ്പായിട്ട് രണ്ടാൾക്കും രണ്ട് കാഴ്ചപ്പാടായിരിക്കും, രണ്ട് പെർസ്പെക്റ്റീവിലായിരിക്കും ഒരു കാര്യത്തിനെ നോക്കിക്കാണുക. അപ്പോൾ അതിൽ ചിലപ്പം എന്ത് വരും, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് അതെന്ത് ചെയ്യും, ആ കമ്മ്യൂണിക്കേഷന് അവിടെ ബ്രേക്ക് ആവുകയാണ് ചെയ്യുക. അപ്പോൾ അതെന്ത് ചെയ്യും, പെർസ്പെക്ച്വൽ ബാരിയർ ഒരു തടസ്സമാണ്. 6 വൺ എന്താണ്, കൾച്ചറൽ ബാരിയർ. കൾച്ചറൽ ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, കൾച്ചേഴ്സിൻ്റെ മേലെ തന്നെ വരുന്നത് അല്ലേ. കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ സൗത്ത് ഇന്ത്യൻ കൾച്ചർ ആയിരിക്കില്ല നോർത്ത് ഇന്ത്യൻ കൾച്ചർ, കേരളത്തിൻ്റെ കൾച്ചർ ആയിരിക്കില്ല ഇന്ത്യൻ അല്ലേ. നമ്മൾ ഓരോരുത്തരുടെ കൾച്ചറിനനുസരിച്ച് എന്ത് ചെയ്യാം, അവരുടെ ഒരു ഇതിനനുസരിച്ച് നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ തടസ്സം വരും. ഒരാൾക്ക് ഒരാളുടെ വിശ്വാസമോ ഒരാളുടെ കൾച്ചറിനോ ഒരാളുടെ ബിലീഫിനോ മാറ്റാൻ പറ്റില്ല. അപ്പം അത് ചില സമയത്ത് കമ്മ്യൂണിക്കേഷനിൽ ഒരു തടസ്സമായി വരിക എങ്ങനെയാണെന്ന് വെച്ചാൽ, ചില വ്യക്തികൾക്ക് ചിലപ്പോൾ അയാളുടെ വിശ്വാസങ്ങളായിരിക്കും ഇതൊക്കെ, മറ്റൊരാളുടെ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് സൈഡ് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, അവർക്ക് അവരുടേതായ ഒരു കൾച്ചറിൻ്റെ മുകളിൽ വരുന്ന അതിൻ്റെ വാല്യൂസിൻ്റെ മുകളിലൊക്കെ വരുന്ന ഒരു തടസ്സങ്ങൾ ഉണ്ടാവും അല്ലേ. അത് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യും, ബ്രേക്ക് ആവുമെന്നു അങ്ങനെ വരുന്നതാണെന്ന് പറയുന്നത് കൾച്ചറൽ ബാരിയർ എന്ന് പറയുന്നത്. അതിലെന്തൊക്കെയാണ് വരിക, ലാക്ക് ഓഫ് അവെയർനെസ് അല്ലേ, വേറൊരാളുടെ കൾച്ചറിനെ പറ്റിയിട്ട് ഒരു അറിവോ അല്ലെങ്കിൽ അതിനെ അറിവില്ലായ്മയാണ് ഇപ്പോഴും എന്ത് ചെയ്യുക, അതിനെ നമുക്ക് നിന്ദിക്കാനുള്ളൊരു റീസൺ ആയിട്ട് കാണുക അല്ലെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്യാതിരിക്കുക. അപ്പം ആ അവെയർനെസ് കുറയുന്ന സമയത്ത്, അവെയർനെസ് കുറവുള്ളത്, സ്റ്റീരിയോ ടൈപ്സ് അല്ലേ, ചിലർ പഴകി കൾച്ചർ തന്നെ ഫോളോ ചെയ്യുന്ന ആളുണ്ടാവും, അതിലൊരു മാറ്റം വരാതെ പുരോഗതി വരാതെ ചിലപ്പോൾ അവർക്ക് അതായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ അത് വേറൊരാളെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എന്തായിരിക്കും, അയാൾക്കത് അംഗീകരിക്കാൻ പറ്റാത്തതായിരിക്കും. അപ്പം ആ സ്റ്റീരിയോ ടൈപ്സ് വരുന്ന സമയത്ത്, ലാക്ക് ഓഫ് കോമൺ എക്സ്പീരിയൻസസ് കുറവാകുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ബാരിയേഴ്സ് ഒക്കെ ആയിരിക്കും കൾച്ചറൽ ബാരിയേഴ്സിൽ വരുന്നത്. നെക്സ്റ്റ് 7th വൺ എന്താണ്, ഓർഗനൈസേഷണൽ ബാരിയർ. ഓർഗനൈസേഷണൽ ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓഫീസ്, അവിടെയൊക്കെ വരുന്ന തടസ്സങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെ എന്തൊക്കെ വരുന്നത്, അവരുടെ പോളിസി, റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് അല്ലേ. അതായത് ഒരു ഓഫീസ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആവുന്ന സമയത്ത് അവർക്ക് അവരുടേതായ കുറച്ച് ടേംസ് ആൻഡ് പോളിസീസ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിലെന്ത് ചെയ്യാം, അതിൽ നമ്മൾക്ക് ഒരാൾ എന്തെങ്കിലും ഒരു ബ്രേക്കോ അല്ലെങ്കിൽ അത് പാലിക്കാതെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അതൊരു ബാരിയറായിട്ട് അവിടെ കമ്മ്യൂണിക്കേഷൻ ബാരിയറായിട്ട് അവിടെ അറൈസ് ചെയ്യുന്നു. അപ്പോൾ അത് ഓർഗനൈസേഷൻ ബാരിയറിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ് എന്ത്, പോളിസി, റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്. പിന്നെ സ്റ്റാറ്റസ് ആൻഡ് ഹൈറാർക്കി അല്ലേ, പൊസിഷൻസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരാളെ അനുസരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലേ, അയാളുടെ പൊസിഷൻ അത് വെച്ചിട്ട് ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യും,
ഭയങ്കര ഡോമിനൻ്റ് പവർ ഉപയോഗിച്ചിട്ട് ഡോമിനേഷൻ കാണിക്കാൻ മതി എംപ്ലോയീസിൻ്റെ അടുത്ത്. അപ്പോൾ അവിടേക്ക് എന്ത് ചെയ്യും, കുറച്ചൊരു കമ്മ്യൂണിക്കേഷൻ